രാവിലെ ഒരു ഫാമിലി ഇങ്ങനെ പോകാനായിട്ട് വന്നു, ഒരു ഭാര്യ ഭർത്താവ് കൊണ്ട് കാറിനകത്തൊരു വാഗണർ കാറിനകത്തൊരു ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ അവർക്ക് പോകാൻ പറ്റില്ല, അവരെവിടെ അത്യാവശ്യത്തിന് പോകാനായിട്ട് നിന്നാണ്. അവരപ്പോൾ തന്നെ കൗൺസിലറെ വിളിച്ചു. അപ്പോൾ കൗൺസിലർ ഞാനെന്നെ വിളിച്ച് അടിയന്തരമായി വന്നു. ഈ ഹൈവേയുടെ പ്രവർത്തനം കൊണ്ട് സ്ഥിരമായും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒരു അശാസ്ത്രീയപരമായ പരിപാടിയാണ് ചെയ്യുന്നത്. ആദ്യമേ KC ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞാണ് സർവീസ് റോഡുകളുടെ പൂർത്തീകരണം കഴിഞ്ഞ് ഹൈവേ പൂർത്തീകരിക്കുക. ഇപ്പോൾ ചെയ്യുന്നത് യാതൊരുവിധ മുൻകരുതലും ഇല്ലാത്തൊരു ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അശാസ്ത്രീയമായ പ്രവർത്തനം ചെയ്യുന്നത്. അത് ഇനിയിപ്പോൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങളുണ്ടാകും. അത് തീർച്ചയായും രാവിലെ 6:30 തുടങ്ങുന്ന പ്രവർത്തനം ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല ജനങ്ങളുടെ ഇടയിൽ. ഇപ്പോൾ വരുന്ന അലൈൻമെൻറ്റ് ഓരോ ദിവസം അനുസരിച്ച് മാറുന്നു. ഇവിടെ പടിഞ്ഞാറ് വശം എന്ന് പറഞ്ഞാൽ ഒരു താഴ്ന്ന പ്രദേശമാണ്. അശാസ്ത്രീയമായിട്ടാണ് കാണയുടെ പണി ചെയ്യുന്നത്. അതിപ്പോൾ പറയുന്നത് വേറൊരു ഫണ്ട് വെച്ച് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ പോയാൽ ജനങ്ങൾ മൊത്തത്തിൽ ഇളകിയിരിക്കുന്നു. ചില ഉദ്യോഗസ്ഥന്മാർ ധാർഷ്ട്യപരമായ നടപടികൾ സ്വീകരിക്കും. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഞങ്ങളുടെ അധികാരികളെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. ഇത് കലക്ടർ അടിയന്തരമായി ഇടപെട്ട് ഇതിന് പരിഹാരം ചെയ്യും. എന്തായാലും ഇപ്പൊ നമ്മൾ ഇതിലെ വന്നപ്പോൾ ആദർശമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. എന്നാലും നിമിഷം ഇറങ്ങിയത് അവരിപ്പോ കുറച്ചു നേരമാണ് അവര് എന്റെ മുമ്പിൽ നിന്നാണ് വിളിക്കുന്നത്. വിളിച്ചുകൊണ്ട് കൗൺസിലർ ഓടി എത്തി തൊട്ടു പുറകെ JCB വന്ന് ഇത് മാറ്റുന്നു. എന്തായാലും അത് വളരെ അഭിനന്ദനകരമായ ഒരു പ്രവർത്തനമാണ് അങ്ങയുടെ ഭാഗത്തുണ്ടായത്. പ്രവർത്തനം എല്ലാ ആൾക്കാരും ഇവരെല്ലാവരും ഡെയിലി ഉള്ളതാണ്. എല്ലാ ദിവസവും ഇതൊക്കെ തന്നെ. ഈ വരുന്ന മഴക്കാലമാണ് വരുന്നത്. ഈ മഴക്കാലം ഒന്നാമത് തന്നെ താഴ്ന്ന പ്രദേശമാണ്. ഭയങ്കരമായ ദുരിതമായിരിക്കും ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. ഇത് ഉദ്യോഗസ്ഥരിക്കലൊക്കെ നമ്മളിത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വേണ്ട നടപടികൾ ഇപ്പോഴേ എടുത്തില്ലെങ്കിൽ ദുരിതം കൂടുതൽ ബുദ്ധിമുട്ടായി മാറും. എൻ്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ആവശ്യമായിട്ട് പോകാനായിട്ട് വന്നപ്പോഴാണ് ഒരു ഫാമിലി ഇങ്ങനെ കാറിൽ വരുന്നത്. അപ്പോൾ അവർക്ക് പോകാനായിട്ട് വഴിയില്ല, അവരിങ്ങനെ അടച്ചു കിട്ടും. അവിടെ കുറേ നേരം ഇവിടെ അത്യാവശ്യത്തിന് പോകാൻ വന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ അവർ കൗൺസിലർ വിളിച്ചു. ഞാനപ്പോൾ തന്നെ എൻ്റെ വീഡിയോ എടുത്തു, അത് എടുത്തിരുന്നു. അപ്പോൾ കൗൺസിലർ പെട്ടെന്ന് ഞാനെടുത്ത് പോകുന്ന കൗൺസിലർ വന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് രണ്ടുപേരും കൂടെ വന്ന് ഉടനെ തന്നെ ഇടപെട്ട് കുറേ പേരെയൊക്കെ വിളിച്ചു. അപ്പോൾ ഞാൻ ശരിക്കും അദ്ദേഹത്തോട് ക്ഷോഭിക്കുകയുണ്ടായത്. കാരണം നിങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ ഇത് ഇത്രയും കാത്തിരിക്കേണ്ട ജനങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുത്തോന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് ക്ഷോഭിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം വളരെ സൗമ്യനായിട്ട് തന്നെ ഫോൺ ചെയ്ത് ഉടനെ തന്നെ JCB വന്നത് മാറ്റുന്നു. എന്നാലും മാതൃകാപരമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച ഈ കൗൺസിലർക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. എന്നാലും ഒരുപാട് നന്ദിയുണ്ട് അങ്ങയുടെ ഒരു പ്രവർത്തനം. താങ്ക് യു. കളപ്പുര വാർഡ് കൗൺസിലർ ശ്രീ ബെന്നി ജോസഫ്, അദ്ദേഹമാണ് ഈ വിഷയം അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി. അപ്പോൾ ആ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആ ഒരു ജനങ്ങളുടെ കാത്തിരിപ്പ്, അധികം കാത്തിരിപ്പിന് സമയം കൊടുക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ അത് മാതൃകാപരമായി ഇടപെട്ടു. എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ്.